ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടി, എന്ത് ആവശ്യത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യത്തെ ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. താങ്ക് യു. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമായിരുന്നു അവർ തന്നിരുന്നത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ കൂടി ഈ ചോദ്യം യൂണിവേഴ്സിനോട് ഈ ഒരു റീഡിങ് കാണുന്നത് സമയത്ത് തന്നെ നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്ത് സ്ഥാനമായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്നത് അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ കാർഡിനെ ഞാൻ ശക്തിയേറിയ യൂണിവേഴ്സിൻ്റെ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളുടെ കറക്റ്റ് റീഡിങ് ലഭിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ കാർഡിനെ ഞാൻ ശക്തിയേറിയ യൂണിവേഴ്സിൻ്റെ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്ത് സ്ഥാനത്തിലാണ്, മനസ്സിൽ എന്ത് സ്ഥാനമാണ് നിങ്ങൾക്ക് നൽകിയിരുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരു ഫ്രണ്ടായിട്ടൊക്കെ ആയിരിക്കും ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മി മദർ യൂണിവേഴ്സ്. ഒരു ഫ്രണ്ടിൻ്റെ എനർജി തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നു. വൗ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്പേഴ്സ് പറയാം. 15 വന്നിട്ടുണ്ട്, 6 ആവർത്തിച്ചിട്ടുണ്ട്, 3 13 വന്നിട്ടുണ്ട്, 4 വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 1 14 + 1 ജനുവരി, ഏപ്രിൽ, മാർച്ച്, ജൂൺ, മെയ്. സോഡിയക് സൈൻ പറയുന്നില്ല, എല്ലാ സോഡിയക് സൈനും ഇതിൽ വരും. ഓക്കെ, ഇനിയും കാർഡുകൾ എടുക്കും. അപ്പോൾ ഈ ഇത്രയും സോഡിയക് സൈൻ പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ വിചാരിക്കും അവരുടെ സോഡിയക് സൈൻ പറഞ്ഞില്ലല്ലോ എന്ന്. റീഡിങ്ങിൻ്റെ മധ്യത്തിൽ ഒരുപക്ഷെ വിട്ടുപോകും. അതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ സോഡിയക് സൈനും വരും. ഓക്കെ, നിങ്ങളുടെ എല്ലാ സോഡിയക് സൈനും ഇതിലേക്ക് വരുന്നതായിരിക്കും. കാരണം ഒരു കാർഡിൽ തന്നെ 2 സോഡിയക് സൈനൊക്കെ വരും. അപ്പോൾ 12 കാർഡ് കൂടുതലൊക്കെ എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ എനർജികളും ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, എല്ലാ സോഡിയക് സൈനും ഇതിൽ വരും. അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്തായിരുന്നു, എന്ത് റോളായിരുന്നു നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു ഫ്രണ്ട് ആയിട്ടാണ് നിങ്ങളെ കണ്ടിരുന്നത്. ഏറ്റവും നല്ല സുഹൃത്ത്, എന്തും തുറന്നു പറയാനുള്ള ഒരു വ്യക്തിയായിട്ട് എല്ലാവരുടെയും എനർജിയല്ല നിങ്ങളെ കണ്ടിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളടുത്ത് മിണ്ടുന്നതും സംസാരിക്കുന്നതും അവർക്ക് ഭയങ്കര കംഫർട്ട് ഫീൽ തോന്നിയിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല ഇൻസ്പിറേഷൻ അവർക്ക് കിട്ടിയിരുന്നു. നിങ്ങളുടെ ചില വാക്കുകൾ അവർ ചിലപ്പോൾ അതൊന്നും തുറന്ന് പറഞ്ഞു കാണത്തില്ല. നിങ്ങൾ അവരെ ചില വാക്കുകൾ കൊണ്ട് അവരെ ബ്ലോക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതിന് വാക്കുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവർ പിന്നീട് അവരുടെ ലൈഫിലേക്ക് അവർ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് വിജയങ്ങളായിരിക്കും സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉപദേശിക്കാനൊന്നും അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ എങ്ങനെയാണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങളുടെ വാക്കുകൾ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒരു നല്ല മോട്ടിവേറ്ററായിട്ടും അവർ കണ്ടിരുന്നു, നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടിരുന്നു. ഓക്കെ, അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നു. ഓക്കെ, ചില ജോലികൾ നിങ്ങൾ കാരണം നിങ്ങളുടെ പേഴ്സണ് ജോലി ലഭിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്ക് സാമ്പത്തിക ഭദ്രത വന്നത് ചിലപ്പോൾ നിങ്ങൾ കാരണമായിരിക്കാം. കുടുംബം, അവരുടെ കുടുംബത്തിൽ അവർക്കൊരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വരികയും നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആവുകയും ചില വ്യക്തികളെ ഫേസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കാം, ഇൻട്രോവേർട്ടായിരിക്കാം. നിങ്ങൾക്കൊന്നിനും കഴിവില്ല, നിങ്ങളൊന്നിനും കൊള്ളത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിറകിലോട്ട് നിന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് നിങ്ങളുടെ പേഴ്സണും എനർജി ആവാം, നിങ്ങൾക്കുമാകാം. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടായിരുന്നു. എന്തുകൊണ്ടും നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു എനർജിയെ തന്നെ ആയിരുന്നു. ഓക്കെ,
ഇവിടെ 6 നമ്പർ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പൈസീസ്, ഏരീസ്, സ്കോർപിയോ, മീനം, മേടം, വൃശ്ചികം. ഓക്കെ, ഇവിടെ 12 സൈനും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രാജകുമാരിയുടെ കിരീടത്തിലെന്ന് പറയുന്നത് ഡയമണ്ട്, 12 ഡയമണ്ട് ഉണ്ട്. ആ ഒരു 12 ഡയമണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ 12 സോഡിയാക് സൈനെ, മേടം മുതൽ മീനം വരെയുള്ള സോഡിയാക് സൈനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ കഴുത്തിലിട്ടിരിക്കുന്നത് 9 ഗ്രഹങ്ങളെയാണ് അവരുടെ ആ നെക്ലേസിനെ സൂചിപ്പിക്കുന്നത്. 9 നെക്ലേസിൽ 9 ഇതുണ്ട്. അപ്പം 9 ഗ്രഹങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. പല വ്യക്തികളും പറയുന്നുണ്ട് കാർഡിൽ എന്തെങ്കിലും പടങ്ങൾ കണ്ടിട്ടാണ് പറയുന്നത്. അത് നിങ്ങളടുത്ത് ഈ സോഡിയാക് സൈനും അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാർ, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയും വിവരവും ഉള്ള വ്യക്തികൾ, ആ കമൻ്റ് ഇട്ട വ്യക്തിക്കാണ്, നിങ്ങൾ ഭയങ്കര ബുദ്ധിയും വിവരവും ഉള്ളവർക്കാണെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല റീഡിംഗ് എടുക്കുന്നത്, സാധാരണക്കാരുണ്ട്. അവർക്ക് സോഡിയാക് സൈൻ എന്ന് പറഞ്ഞാൽ പോലും അറിയാത്ത പാവപ്പെട്ട ഒരു സാധാരണ വ്യക്തികളുണ്ട്. അപ്പോൾ അവരും കൂടി ഈ വീഡിയോ കാണുമ്പോൾ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ലളിതമായിട്ട് തന്നെ പറയുന്നത്. നമ്മൾ പഠിച്ചത് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. പിന്നെ രണ്ടാമത് അവർ കമൻറ്റിലൂടെ ചോദിക്കുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇട്ട വീഡിയോ വെറുതെ ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ലളിതമായിട്ട് തന്നെ പറയുന്നത്. ഇതിൽ ഓരോ കാര്യങ്ങൾ പോലും ഈ ഒരു പിക്ചറിൽ ഇവിടെ പിക്ചർ കണ്ട് തന്നെയാണ് പറയേണ്ടത്. കാരണം ഗ്രഹങ്ങളുടെ സ്ഥാനം പോലെ തന്നെയാണ് ഗ്രഹങ്ങളെല്ലാം സൂചിപ്പിച്ച് ഈ വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. ഈ കിരീടത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ഈ കയ്യിലിരിക്കുന്ന സാധനത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, ആ ഒരു പച്ച കളറ്, ആ കളറിനെ കുറിച്ച് പഠിക്കാനുണ്ട്, മഞ്ഞ കളർ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ട് സാധാരണ ആൾക്കാർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ഒരു കാർഡിൽ പിക്ചർ കണ്ട് തന്നെയാണ് പറയുന്നത്, പക്ഷേ അതിന് അനുസരിച്ചുള്ള പഠനവും കൂടി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അത് കമൻ്റ് ഇട്ട വ്യക്തിക്കാണ്, മറ്റുള്ളവർ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? എംപ്രസ് എന്ന് പറയുന്നത് ഒരു വൈഫ് മെറ്റീരിയലാണ്. നിങ്ങളൊരു വൈഫായിട്ട് അവരുടെ കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ് നിങ്ങളെ കണ്ടിരുന്നത്. നിങ്ങളെ ഒരു ഭയങ്കര സൗന്ദര്യമുള്ള വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പം പൊതുവേ നിങ്ങൾക്ക് ചിലപ്പം വലിയ നിറം കാണത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന കണക്കത്തെ സൗന്ദര്യമൊന്നും കാണത്തില്ലായിരിക്കാം. പക്ഷേ ലൈല മജ്നുവിനെ ഓർത്താൽ മതി. മജ്നുവിൻ്റെ സൗന്ദര്യം ലൈലയുടെ കണ്ണിൽ കൂടി നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണിൽ കൂടി നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണിലൂടെ നിങ്ങൾ വളരെ സുന്ദരനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇത് കാണുന്നത് ഒരു മെയിലാണെങ്കിൽ നിങ്ങളെ അവർ ഒരു ഹസ്ബൻഡ് മെറ്റീരിയലായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അവരുടെ എല്ലാമായി എല്ലാ ഹെൽപ്പിനും നിങ്ങൾ അവർക്കുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. അവർക്കൊരു തുണയായി എപ്പോഴും നിങ്ങൾ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലം നിങ്ങൾക്ക് ഗ്രോത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന വ്യക്തിയാണ്. സ്പിരിച്വലായിട്ട് ഒരുപാട് അനുഗ്രഹമുള്ള വ്യക്തിയാണ്. നിങ്ങൾ മറ്റുള്ളവരോട് ദയയുള്ള വ്യക്തിയാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് സാമ്പത്തിക ദേവത അനുഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങളുടെ പേഴ്സണ് അറിയാം. അങ്ങനെ ഒരു ദേവീ രൂപമായിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണ്ടിരുന്നത്. ഓക്കെ, ഒരു കെയറിങ്, ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തിയാണെന്നും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ഉണ്ടാക്കി ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നും, ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളത് എന്ന് വെച്ചൊരു മദർ എനർജി കൂടി കാണിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും ഒരുപാട് സ്നേഹിക്കുകയും അതുപോലെ പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുകയും ചെടികളെയും പ്രകൃതിയെയും മൃഗജാതികളെയൊക്കെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ട്. ഓക്കെ, 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റിലേഷനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്കറിയത്തില്ല. ഓക്കെ, റിലേഷനെ കൊണ്ട് നടക്കുന്നതിൽ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ചില ഓവർ തിങ്കിങ്ങുകളുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്.
ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ടാൽ മതി, അത് എടുത്തു ചാടി ചെയ്യുക എന്നുള്ളത്. 7 ഓഫ് സോഡ് എനർജി എന്ന് പറയുന്നത് ഒരു വാള് തിരിച്ച് പിടിച്ചിരിക്കുന്ന, ടാരോ കാർഡിൽ വരുന്നത് വാള് തിരിച്ച് പിടിച്ചിരിക്കുന്ന എനർജിയിലാണ് കാണിക്കുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്ത വ്യക്തി, എങ്ങനെയെങ്കിലും അതിനെ പിടിച്ച് സ്വന്തമായിട്ട് മുറിവേൽപ്പിക്കുക, മറ്റുള്ളവരെ കൂടി മുറിവേൽപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഒരു കാര്യം കേൾക്കുന്നതിന് മുമ്പ് എടുത്തു ചാടി പ്രവർത്തിക്കുക, പറയുക, ചിന്തിക്കുക എന്നുള്ള സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ പോസിറ്റീവിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ നെഗറ്റീവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ അക്യൂരിയസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളിൽ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടോ അത്രത്തോളം തന്നെ നെഗറ്റീവും ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ, നിങ്ങളുടെ നെഗറ്റീവ് പ്രവൃത്തികൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അടുത്ത നോക്കാം, എന്തുകൊണ്ടാണ് ഡെത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങും കൂടിയാണ്, ഒരു മാറ്റം, ഒരു സ്വഭാവത്തിൽ നിന്ന് മറ്റൊരു സ്വഭാവം. നിങ്ങൾക്ക് എപ്പോഴും സ്വഭാവത്തിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും കാലാവസ്ഥ തന്നെ മാറി ഇടിയും മഴയും ഗോളും കൊള്ളിയാനും ഒക്കെ ആയിട്ട് ഭയാനകമായിട്ടുള്ളൊരു രൂപമായിട്ട് മാറുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തയാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല, അവരുടെ ചിന്തയാണ് അങ്ങനെ. ഓക്കെ, അപ്പം അവരുടെ ചിന്തയിൽ നിങ്ങളിപ്പോൾ അങ്ങനെയാണ്. ഒരു സമയത്ത് നിങ്ങൾ ഭയങ്കര രീതിയിൽ സ്നേഹവും കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു സൈഡാണ്. അതുപോലെ തന്നെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു അക്രമ സ്വഭാവത്തോടു കൂടി നിങ്ങൾ വരുന്ന ഒരു ഫേസ് നിങ്ങൾക്ക് മറ്റൊരു രീതിയിലും കാണുന്നുണ്ട്. ഓക്കെ, സ്കോർപ്പിയോ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സ്കോർപ്പിയോ ആകുമ്പോഴത്തേക്ക് വൃശ്ചിക മാസമാണ് വീണ്ടും ആവർത്തിച്ച് വന്നിരിക്കുന്നത്. യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ആർക്കും എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയാണ്. ആരെയും ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട്. കുട്ടികളെന്നല്ല, പ്രായമായവരെന്നില്ല, എല്ലാവരോടും നിങ്ങൾ ഒരുപോലെയാണ്. ഒരുപാട് താഴ്മയും ക്ഷമയുമുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വലിയ കാശുണ്ടെങ്കിലും നല്ല ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ എത്ര വലിയ വ്യക്തിയാണെങ്കിലും നിങ്ങൾ ഏറ്റവും താഴെയുള്ള വ്യക്തികളെ പോലും നിങ്ങൾ ബഹുമാനിക്കുകയും അവർ പറയുന്നത് അനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. കൊച്ചായാലും വലുതായാലും ഏത് വ്യക്തികളെയും നിങ്ങൾ അനുസരിക്കുകയും അവർക്ക് വേണ്ടി താഴ്മയോടെ നിൽക്കുന്നതും വ്യക്തിയാണ്. ഒരഹങ്കാരവും നിങ്ങൾക്കില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ കൊടുങ്കാറ്റും കോളിളക്കവും സുനാമിയൊക്കെ ആണെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരുടെ മനസ്സിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളൊരു ഭയങ്കരമായിട്ടുള്ള എന്ന് വെച്ചാൽ സാമ്പത്തികമാണെങ്കിലും ശരി തന്നെ, നിങ്ങളിലെല്ലാം ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്ഞി എങ്ങനെയാണോ അതുപോലെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഏറ്റവും താഴെയുള്ള ഒരു വ്യക്തിയെടുത്ത് വന്ന് പോലും നിങ്ങൾ സ്നേഹവും ദയയും കാണിക്കുന്ന ഒരു സ്ഥാനമാണ്. നിങ്ങൾ ഗ്രോത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള പാച്ചിലാണ്. എപ്പോഴും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഗ്രോത്തിലേക്കാണ്. ഒന്നിനുമല്ല, ഓരോ ദിവസവും നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ട്രാവൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ യാത്രയിലാണ്. നിങ്ങളുടെ ജോലി യാത്രയുമായി ബന്ധപ്പെട്ടതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ പഴയ കാര്യങ്ങൾ വിട്ടു കളയുന്ന വ്യക്തിയല്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചിരുന്നാലും നിങ്ങൾ പഴയ കാര്യങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് വഴക്കിടുന്ന വ്യക്തിയാണെന്നും സമാധാനം നഷ്ടപ്പെടുന്നതാണെന്നും ആ പഴയ കാര്യങ്ങളെ പൊക്കിയെടുത്ത് നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ നശിപ്പിക്കുന്ന വ്യക്തിയാണെന്നും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലാണിത് നിങ്ങളെക്കുറിച്ച്. അടുത്ത നോക്കാം, 4 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. സ്പിരിച്വലായിട്ട് ദൈവികത നിങ്ങളിൽ കൂടുതൽ ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു. ചില സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളൊരു അത്ഭുതത്തോടെ ആയിരിക്കും കാണുന്നത്. കാരണം നിങ്ങൾക്ക് ചില ദൈവിക ചൈതന്യങ്ങളെല്ലാം അവർ കണ്ടറിയുന്നുണ്ട്. നിങ്ങളുള്ള സ്ഥലം അവർക്ക് അനുഗ്രഹമാണ് എന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ എത്ര സ്നേഹിച്ചാലും നിങ്ങൾക്ക് സ്നേഹം ഇല്ല എന്നേ നിങ്ങൾ പറയാറുള്ളൂ. ഓക്കെ,
ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പരാതികൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, നിങ്ങളെ സ്നേഹിച്ചില്ല, നിങ്ങളെ കൊണ്ടുപോയില്ല. ആ ഒരു പരാതിയിൽ കൂടി ഒരുപാട് പരാതിയും അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഇഷ്ടമാണ്. ദുഃഖം, എപ്പോഴും ദുഃഖത്തിലിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ഏത് സമയവും എപ്പോഴും മിണ്ടാൻ വന്നാൽ നിങ്ങൾക്ക് പരാതി പറയാനേ നേരമുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചില സ്വഭാവങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഭരിക്കുന്നതായിട്ട്, കാരണം നിങ്ങളുടെ പേഴ്സണെ അടിമയാക്കി ഭരിക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളുടെ സ്വഭാവം ഒരു രാജാവും അടിമയും പോലെയുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇടയ്ക്കിടെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. നിങ്ങളെപ്പോഴും അവരെ ഭരിക്കുന്നു, അവരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. ഒരുപാട് സ്നേഹമുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ നിങ്ങളും ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയൊക്കെ തന്നെ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഒരു രാജാവായി മാറുകയും നിങ്ങളുടെ പേഴ്സണെ അടിമയെ പോലെ ഭരിക്കുകയും ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്കതാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മാറിപ്പോകുന്നത്. ഓക്കെ, അവരുടെ ഫീലിംഗ് ആണ്. ഇപ്പം നിങ്ങളുടെ തലച്ചോറ് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ആകണമെന്നില്ല അവരുടെ ചിന്തയും. നിങ്ങൾ ഇവിടുന്ന് പ്രവർത്തിക്കുന്നു, അവരിൽ എത്തുന്നത് മറ്റൊരു എനർജി ആയിട്ടാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് കൊടുക്കുമ്പോൾ കറണ്ട് എനർജി ഇങ്ങോട്ട് വന്നിട്ട് കാറ്റ് എനർജി ആയിട്ടാണ് പോകുന്നത്, ഫാനിൻ്റെത്. അതുപോലെ നിങ്ങൾ ഒഴുക്കി വിടുന്നത് സ്നേഹം. അതിൽ വന്നതിന് ശേഷം ഒരു മാറ്റം സംഭവിച്ചു, യൂണിവേഴ്സിൽ വന്നിട്ട് ഒരു മാറ്റം സംഭവിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ തലച്ചോറ് വഴി പോകുമ്പോഴത്തേക്ക് അത് മറ്റൊരു എനർജി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ച് നിങ്ങളുടെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ തന്നെ അതാണ്. ഒരു എനർജിയിൽ നിന്നും നിങ്ങളിൽ നിന്ന് മാറി വരുമ്പോൾ മറ്റൊരു എനർജി ആയിട്ട് മാറിപ്പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക കേട്ടോ. ഈ റെസനേറ്റ് ആകുക എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും മനസ്സിലാകുന്നില്ല. റെസനേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ റെസനേറ്റ് എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഒരു കാര്യം കൂടി, ഒരു സിമ്പിളായിട്ടൊരു കാര്യം കൂടി പറയാം. ഈ റെസനേറ്റിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയുന്നത്. നിരത്തിൽ സർക്കാർ വണ്ടി ഒരുപാടുണ്ട്. ഓക്കെ, സർക്കാർ വണ്ടി, നമ്മളെ ബസ് ഒരുപാടുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കും, എന്തിനാണ് ഒന്നിരാടം ഓരോ സമയവും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇടവിട്ട് ഈ സർക്കാർ എന്തിനാണ് ഈ വണ്ടി അയക്കുന്നത്, എനിക്ക് ഒരു വണ്ടി പോരെ എന്ന് ചിന്തിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് കാത്തു നിൽപ്പുണ്ട് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. അവരവരുടെ തിരക്കും കാര്യങ്ങളും വീടും എല്ലാം സെപ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ വേറെ രീതിയിലാണെന്ന് ചിന്തിക്കുക. അപ്പം നിങ്ങളിലേക്ക് വരുന്ന ബസ്സിനെ മാത്രം, അപ്പം അരമണിക്കൂർ 10 മിനിറ്റ് ബസ് വരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ എല്ലാ ബസ്സിലും കൂടി കയറണ്ട. നിങ്ങൾക്ക് എവിടെയാണോ കയറേണ്ടത്, ആ കമൻ്റ് ഇട്ട വ്യക്തിക്കാണ്, നിങ്ങൾക്ക് ഏത് ബസ്സിലാണോ കയറേണ്ടത് ആ ബസ്സിൽ കയറുക. മറ്റുള്ള ബസ്സുകൾ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ സ്ഥലത്തേക്ക് പോകാനാണെന്ന് ചിന്തിച്ച് അതിനെ വിട്ടയക്കുക. ഓക്കെ, ഇപ്പോഴെങ്കിലും റെസനേറ്റ് എന്ന് പറയുന്നതിൻ്റെ മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ളവർ ക്ഷമിക്കുക. ഞാൻ ആ കമൻ്റ് ഇട്ട വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുന്നത്. റെസനേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട്. ഓക്കെ, അപ്പം ഇവിടെ 10 മിനിറ്റ് ഇടവിട്ടാണെങ്കിലും ശരി തന്നെ, 1 മണിക്കൂർ ഇടവിട്ടാണെങ്കിലും റീഡിങ് വരുന്നുണ്ട്. നിങ്ങളുടെ റീഡിങ് അല്ല എങ്കിൽ അടുത്ത ആളിനെ കയറ്റി വിടുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് 10 ഓഫ് സോഡ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ചില കാര്യങ്ങൾ നിങ്ങൾ പെയിനാണ്, അവർക്ക് മനസമാധാനം കൊടുക്കത്തില്ല, അവർക്ക് ഒരുപാട് വേദനയാണ് കൊടുക്കുന്നത്, നിങ്ങൾ അവരെ ചതിക്കാനാണ് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നത് എന്നൊക്കെ അവർ തെറ്റായിട്ട് ചിന്തിക്കുന്നു. അവരുടെ ഓവർ തിങ്കിങ് ആണത്. ഓക്കെ, ചില വ്യക്തികൾ, അവരുടെ ഫ്രണ്ട്സുകൾ തന്നെ അവർക്ക് തെറ്റായ ഇൻഫർമേഷൻ അവരുടെ ഫ്രണ്ട്സുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ സൂക്ഷിക്കുക. പുറത്തുനിന്ന് ഒരു തേർഡ് പാർട്ടി, അത് ആരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങളെ സൂക്ഷിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, ചതിക്കാനാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറയുന്നതാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ പല സാമ്പത്തികവും അല്ലെങ്കിൽ ഗോൾഡോ സാമ്പത്തികമോ സമയമോ മാനസിക ഇതോ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് വന്നത് എന്ന് മറ്റ് ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞ് ഭയപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസത്തെ നഷ്ടമാക്കി കളയുന്ന രീതിയിലുള്ള ചില എനർജികൾ കടന്നു വന്നു. ബ്ലാക്ക് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്.
അപ്പം ചില ആൾക്കാരുടെ പ്രേരണ കാരണം നിങ്ങളിൽ അവിശ്വാസം കടന്നു വരികയും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരെ ചതിക്കാനാണ് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നതെന്നും ഒക്കെയുള്ള ഓവർ തിങ്കിങ് നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുകയും ചെയ്തു. ഇവിടെ ഒരു വഞ്ചകനും ചതിയനുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വഞ്ചകയും ചതി ചെയ്യുന്ന വ്യക്തിയുമായിട്ടാണ് നിങ്ങളെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കരുതിയിരിക്കുന്നത്. അതൊരു തേർഡ് പാർട്ടി ഇടപെട്ടാണ് അങ്ങനെ ഒരു മനസ്സിലെ സ്ഥാനം എന്താണെന്ന ചോദ്യത്തിന് ഒരു ചതിക്കുന്ന വ്യക്തിയായിട്ട് ആണ് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടിയാണ്. ഓക്കെ, അത് മറ്റുള്ളവരുടെ മാജിക്ക് കാരണമാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഓവർ തിങ്ക് കടന്നു വരികയും നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവർക്ക് ഒരുപാട് നിങ്ങൾ മിണ്ടുന്നത് സംസാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻ എല്ലാം അവർ കാണുന്നത് നെഗറ്റീവ് എനർജിയെ കൂടി ഉൾപ്പെടുത്തി അവർ കാണുന്നത് ഒരു ബ്ലാക്കായിട്ടും അവരെ നശിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയായിട്ടും നിങ്ങളെ ഒരു ശത്രുവായിട്ടൊക്കെയാണ് അവർ കണ്ടിരുന്നത്. അവരുടെ മനസ്സിലൊരു ശത്രുവായിട്ടാണ് നിങ്ങളെ കണ്ടിരുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ ഇനോസ്. കിങ് ഓഫ് സോഡ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒറ്റ പറച്ചിൽ, ചില സംസാരങ്ങൾ ചിലപ്പോൾ എല്ലാവരും പറയുന്നതായിരിക്കത്തില്ല, അവർക്കത് ഒറ്റ പറച്ചിലായിട്ട് തോന്നും. നിങ്ങളങ്ങനെ ഒറ്റ പറഞ്ഞു എന്നല്ല, അവർ പറയുന്ന മറുപടിയെ കേൾക്കാനോ ഉൾക്കൊള്ളാനോ ചില വ്യക്തികൾ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ മറുപടി പെട്ടെന്ന് തിരിച്ച് പറയുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും രാജാവായി തന്നെ ഇരിക്കണം. അവരുടെ വാക്കിന് എതിർവാക്ക് പാടില്ല. അങ്ങനെ എതിർവാക്ക് പറയുകയാണെങ്കിൽ അവർക്ക് അത് സഹിക്കാൻ കഴിയില്ല. അപ്പം നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് നിങ്ങൾ അവരെക്കഴിയും വലിയ വ്യക്തിയായിട്ടും അവരുടെ സ്ഥാനം നഷ്ടപ്പെടുന്നുവെന്നും അവർക്ക് വാല്യൂ ഇല്ലെന്നും ഒക്കെ അവർ ചിന്തിക്കും. അവർ ചിലപ്പോൾ എപ്പോഴും ആരെക്കഴിയും മുൻപന്തിയിൽ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് കൂടുതലാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് സാലറി കൂടുതലാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഇച്ചിരി സൗന്ദര്യം കൂടുതലാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് ഇപ്പോൾ എവിടെന്നെങ്കിലും കുറച്ച് പൈസ നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചോ, അപ്പോൾ അതിലൊക്കെ ജലസ് ഉണ്ടാകുന്ന വ്യക്തി നിങ്ങളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെ താഴ്ത്തി കെട്ടുക. എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചെന്ന് വെച്ചോ, ആ സംഭവിച്ചതിൽ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളെ താഴ്ത്താനോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുവാനോ എന്തെങ്കിലും അവസരം കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉയർച്ചയിൽ നിൽക്കുന്നത് കാണുവാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ അവരോട് രാജാധികാരം കാണിക്കുന്നെന്നും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അടിമയായിട്ട്, സെയിം എനർജി തന്നെയാണ് വരുന്നത്, നിങ്ങൾ അടിമയായിട്ട് വെക്കുന്നു എന്നും തോന്നൽ അവർക്കുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ അവർ ഒരു ഫെമിനൻ മസ്കുലൻ എനർജി ആയിട്ടാണ് കാണുന്നത്. ഫെമിനൻ മസ്കുലൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ശിവശക്തി. ശരിയാണ്, കറക്റ്റ് ശിവശക്തിയുടെ എനർജി തന്നെയാണ്. പക്ഷേ ചില വ്യക്തികളിൽ ഫെമിനൻ എനർജി കൂടുതലും കാണും, മസ്കുലൻ എനർജി കൂടുതലും കാണും. അപ്പോൾ അതിലൊരു വേരിയേഷൻ കറക്റ്റ് അളവിലാണെങ്കിൽ നമുക്കത് നല്ലതായിരിക്കും. പക്ഷേ ചിലത് കൂടുതലും കുറഞ്ഞുമായി പോകുമ്പോൾ ചില വ്യക്തികൾ ഒരുപാട് ദേഷ്യമായിരിക്കും, ചില വ്യക്തികളിൽ ഒരുപാട് കരച്ചിലും ഇമോഷണലും കെയറിങ്ങും ഒക്കെ ആയിട്ട് അങ്ങ് ഭയങ്കര രീതിയിൽ പോകും. അപ്പോൾ അതാണ് പ്രശ്നം വരുന്നത്. രണ്ടും ഈക്വലായിട്ട് പോവുകയാണെങ്കിൽ ശിവശക്തി എന്ന് ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു. കറക്റ്റ് അത് തന്നെയാണ്. ഓക്കെ, ഫെമിനാൻ മസ്കുലൻ എനർജി. മറ്റ് ചില വ്യക്തികൾ ചോദിച്ചു എൻ്റെ മദർ യൂണിവേഴ്സ് എന്ന് പറയുന്നത് മദറാണോ ഫാദറാണോ എന്ന് അവരൊരു തമാശയ്ക്കാണ് ചോദിച്ചെങ്കിലും കറക്റ്റ് ഞാൻ അതിനെക്കുറിച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഇത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ കുറച്ച് ഓടിച്ചു പൊക്കോളൂ. എൻ്റെ മദർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, യൂണിവേഴ്സിൻ്റെ എനർജി എന്ന് പറയുന്നത് ഫെമിനാനും മസ്കുലാനും എനർജി ചേർന്നതാണ്. ഓക്കെ, മദറുമാകാം ഫാദറുമാകാം. നിങ്ങൾക്ക് ഫാദർ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഫാദർ എന്ന് വിളിച്ചോളൂ. ഞാൻ എന്തുകൊണ്ടാണ് മദർ എന്ന് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണ്, മദർ നിന്നാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പം ശക്തി ഏത് തന്നെ ആയിരുന്നാലും ഞാൻ മദർ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും സൃഷ്ടിയുടെ ഉറവിടം ഒരു ശക്തിയാണ്. അതുകൊണ്ട് മദർ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അതിൽ ഫെമിനാനും മസ്കുലാനും രണ്ടും ഒരുപോലെ നിൽക്കുന്ന ഒരു എനർജിയാണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ എനർജി. ചില സമയത്ത് കടൽ വളരെ ശാന്തമായിട്ടും സ്നേഹമായിട്ടും നിൽക്കുന്നത് തന്നെ കാണാം, ചില സമയത്ത് സുനാമി പോലെ അടിച്ചു കയറുന്നത് കാണാം. അപ്പം അതെല്ലാം ഈ മസ്കുലൻ ഫെമിനൻ എനർജിയിൽ വരുന്ന ഒരു വേരിയേഷനാണ്. അതെല്ലാം കാരണം പ്രകൃതിയുടെ എനർജിയിൽ പ്രതിഭാസങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളിൽ വരുന്ന ഇതാണെന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഇതിൻ്റെ ക്ലാരിഫൈ ചെയ്തില്ലല്ലോ. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് പല ആൾക്കാരിൽ നിന്നുള്ള മെസ്സേജ് വരുന്നു എന്ന് അവർക്കറിയാം. നിങ്ങൾ
നിങ്ങൾക്ക് എല്ലാം ഇൻറ്റ്യൂഷൻ പവറുണ്ട്. അവരുടെ എന്ത് കള്ളത്തരം കാണിച്ചിരുന്നാലും നിങ്ങളത് കണ്ടുപിടിക്കുമെന്ന് അവർക്കറിയാം. നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളിൽ ഫെമിനാൻ മസ്കുലൻ എനർജി ഒരേപോലെ നിങ്ങൾ നല്ല കൂളുമായിരിക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾ സിംഹത്തെ പോലെ ആയിരിക്കും, കുഞ്ഞാടുമായിരിക്കും, നിങ്ങൾ സിംഹവുമായിരിക്കും. നിങ്ങളിൽ കറക്റ്റ് എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്, ഫെമിനാൻ മസ്കുലൻ എനർജി. അതുപോലെ തന്നെയാണിത്. നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ടും താനും ചില സമയങ്ങളിൽ നിങ്ങൾ വളരെ വീക്കുമാണ്. യൂണിവേഴ്സൽ പവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നു. നിങ്ങൾ പേജ് ഓഫ് ആണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഗ്രോത്തുകൾ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തിയാണ്. നിങ്ങളിൽ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഗ്രോത്തിൻ്റെ ഒരു ലക്കാണ് നിങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഭൂമിയെ ഒരുപാട്, ഇത് എർത്തിൻ്റെ എനർജിയാണ്. പേജ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഭൂമിയെ, പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണെന്നും ചെടികളെയും അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങൾ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും, പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളോടും ദയയും സ്നേഹമുള്ള വ്യക്തിയാണെന്നും ഒരു ഭൂമി മാതാവിനെ പോലെ തന്നെയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നു. മാതാവായാലും പിതാവായാലും ഒരേ എനർജിയാണ് കേട്ടോ. മസ്കുലൻ ഫെമിനാൻ എനർജിയാണ് ഭൂമിയിലും ഉള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പം ഇതാണ് റീഡിങ്. ഇതൊരു റിക്വസ്റ്റ് റീഡിംഗ് ആണ് എങ്കിലും നമുക്ക് ഓക്കെ, ഇത് റിക്വസ്റ്റ് എനർജിയാണ്, റീഡിംഗ് ആയിരുന്നു. അപ്പം നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. ഈ എനർജിയെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് എനർജിയാണുള്ളത്, ഇതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പം നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരു മെസ്സേജ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ എനർജിയെ ബേസ് ചെയ്ത് എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറക്റ്റ് മെസ്സേജ് തരണമേ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്ന കറക്റ്റ് മെസ്സേജ് തരണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കറക്റ്റ് മെസ്സേജ് തരണമേ. ഞാൻ എടുക്കാം. ഞാൻ ക്ലൂസുകൾ എഴുതി വെക്കാൻ പോവുകയാണ്. പേരാണ് ക്ലൂസായിട്ട് എഴുതി വെക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെയോ നിങ്ങളുടെ പേര് നിങ്ങൾ കമൻറ്റിൽ എഴുതിയിരുന്നാൽ ഞാൻ ആ പേരുകൾ കൂടി ക്ലൂസിൽ ഉൾപ്പെടുത്തി റീഡിങ് സമയത്ത് ഞാൻ അത് എടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ പേര് കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് തകർത്തത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് എന്ന് അവർക്ക് അറിയാം. അവർ കാരണമാണ്. ചിലപ്പം നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ റിലേഷൻ തകർത്തതായിരിക്കാം. അപ്പം മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് അവർക്ക് തന്നെ ആ ഒരു അറിവുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ രണ്ട് എനർജിയിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഇത് മുന്നോട്ട് പോയാലും ശരിയാകത്തില്ല എന്നൊക്കെ വിചാരിച്ച് കാണും. അവരുടെ ഓവർ തിങ്കിങ് മൂലമായിരിക്കും ഈ റിലേഷനെ അവസാനിപ്പിക്കണമെന്ന് അവർക്ക് തോന്നിയത്. ഇവിടെ പറയുന്നത് വന്ന അതേ റീഡിങ് തന്നെയാണ്. നിങ്ങളുടെ പരാതിയുടെ സ്വഭാവം, ഓക്കെ, നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് പറയുന്നത് അതിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും കംപ്ലൈൻ്റ് ആണ്. എത്ര സ്നേഹിച്ചിരുന്നാലും നിങ്ങൾക്ക് ശരിയാവത്തില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അവരെത്ര സ്നേഹിച്ചിരുന്നാലും നിങ്ങളങ്ങനെ പറയുന്നു എന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ കംപ്ലൈൻറ്റ് പറയുന്ന സ്വഭാവം കേട്ട് അവർ മടുത്തു എന്നാണ് പറയുന്നത്. നീ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലുള്ള ഒരു കുറവും ആ സൗന്ദര്യം തന്നെ ഇവിടെ എടുക്കട്ടെ. ഇത് തന്നെയാണ് ആ മെസ്സേജ്. നിങ്ങൾ ഇപ്പം അവർ മനസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ അവർക്ക് നിങ്ങൾ രാജകുമാരിയാണ് അല്ലെങ്കിൽ രാജകുമാരനാണ്, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ നിന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ദൂരെയാണെങ്കിലും മനസ്സിൽ അവർക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നിങ്ങളുടെ സ്ഥാനത്തിനോ നിങ്ങളുടെ ആ സൗന്ദര്യമൊക്കെ ഇപ്പോഴും അവരുടെ മനസ്സിൽ അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് മാറ്റി നിർത്തിയിട്ട് വേറൊരാൾക്കാണ് ആ സൗന്ദര്യം ഒന്നും അവർക്ക് പറയാൻ പറ്റുന്നത്. ചിലപ്പോൾ സാഹചര്യം കാരണം അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഈ ക്വാളിറ്റി എല്ലാം ഉണ്ടെന്ന് അവർ ഏത് സമയത്തും വിളിച്ച് പറയും. ഓക്കെ, അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം മാറാൻ പോകുന്നില്ല. അവർ നിങ്ങളെ സ്നേഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണിത്. നിങ്ങൾ തങ്ങളെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് അത്രത്തോളം പവറാണ് എന്ന് ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു റീയൂണിയന് സാധ്യത നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. ഓക്കെ, അവരിപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഫസ്റ്റ് നിങ്ങൾ തങ്ങളെയും സംസാരിച്ച് മിണ്ടിയ ആ ഒരു ദിവസം അവർക്ക് മറക്കാനാകില്ല. ആ ഒരു ദിവസത്തെക്കുറിച്ച് അവരിപ്പോഴും ഓർക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്.
പിന്നെ പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള ഫ്രണ്ടായിട്ട് മാത്രമല്ല, ഫ്രണ്ടിനെക്കാളും ഉപരി നിങ്ങളിൽ അവർ നിങ്ങൾക്ക് സ്ഥാനം തന്നിട്ടുണ്ട്, ഒരു ഫ്രണ്ടിനപ്പുറം. ഓക്കെ, നീ എനിക്ക് ഏറ്റവും വിലയേറിയ ഗിഫ്റ്റാണ്, ദൈവം തന്നിട്ടുള്ള ഗിഫ്റ്റാണെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ട്. അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം മറക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും മറന്ന് ഒന്ന് ചേരാൻ കഴിയും. തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കുമോ എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ മറക്കാനുള്ള ചാൻസുകൾ കാണുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടി അയച്ചു കൊടുക്കുക. അവരും ഇതുപോലെ എന്തെങ്കിലും മാനസിക വിഷമത്തിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അവർക്കും ഒരു ആശ്വാസമാകും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റീഡിങ്ങിൽ നിന്നും എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്